നമസ്കാരം. എറാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ മാച്ച് വീക്ക് 11 ഇന്ന് ആരംഭിക്കുന്നു. കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാ മാച്ച് വീക്കുകൾക്ക് മുമ്പും നമ്മളൊരു പ്രഡിക്ഷൻ നടത്താറുണ്ട്. നമ്മൾ ഇതുവരെയുള്ള പ്രകടനങ്ങളും ടീമുകളുടെ അവസ്ഥയും, അതായത് പരിക്കും മറ്റു താരങ്ങളുടെ അവൈലബിലിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഡിക്ഷനാണത്. അത് തന്നെ 90 മിനിറ്റ് കളിക്കളത്തിൽ നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ആൻഡ്രേക്കാവും, ചിലപ്പം പ്രവചന സിംഹമാവും. അപ്പോൾ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓരോ മാച്ച് വീക്കിന് ശേഷവും നമ്മൾ പരിശോധിക്കാറുമുണ്ട്. അപ്പോൾ ഇത് തുടരുകയാണ് 11ാം വീക്ക്. അപ്പോൾ അതിനു മുമ്പ് 10 വീക്കുകൾ കഴിയുമ്പോൾ ആരാണ് തലപ്പത്തെന്ന് നോക്കണ്ടേ? ആഴ്സണലാണ് 10 കളികളിൽ നിന്ന് 25 പോയിൻറ്റോടെ ഒന്നാമത് നിൽക്കുന്നത്. സിറ്റി 10 കളികൾ 19 പോയിൻറ്റ് രണ്ടാമത്. അവിടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാം. 6 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. ലിവർപൂളിനും അതുപോലെ സണ്ടർലൻഡിനും 10 കളികളിൽ നിന്ന് 18 പോയിൻറ്റ്, ബേൺമൗത്തിനും 10 കളി 18 പോയിൻറ്റ്. അവരാണ് യഥാക്രമം 3, 4, 5 പൊസിഷനുകളിൽ. ടോട്ടനാം 10 കളി 17 പോയിൻറ്റ്, ചെൽസി 10 കളി 17 പോയിൻറ്റ്, മാൻ യുണൈറ്റഡ് 10 കളി 17 പോയിൻറ്റ്. സോ അവരാണ് 6, 7, 8 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലൊരു സ്ഥിതിവിശേഷം. ഇനി മത്സരങ്ങളുടെ സമയവും അതിൻ്റെ പ്രിഡിക്ഷനും ഒക്കെ നമ്മൾ നടത്തുകയാണ്. ഇപ്പോൾ ഇത് വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് ടോട്ടനമും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടമുണ്ട്. ടോട്ടനം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം. യുണൈറ്റഡ് ഇപ്പോൾ നല്ല രൂപത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ടോട്ടനം വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ടോട്ടനമിൻ്റെ മൈതാനത്താണ് കളി. സോ ഇന്നത്തെ മത്സരത്തിൽ നമ്മളൊരു സമനിലയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ശരിയാ, അപ്പോൾ പോയ മാസം മികച്ച പ്രകടനം യുണൈറ്റഡ് നടത്തിയിട്ടുണ്ട്. അവോറിവാണ് മികച്ച കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എംബ്യൂമോ മികച്ച താരമായി. പക്ഷേ ടോട്ടനം പണി കൊടുക്കും, വിട്ടുകൊടുക്കില്ല. 2-2 സമനിലയാണ് ഈ ഒരു കളിയിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ മത്സരം 6 മണിക്കാണ് ആരംഭിക്കുക. അടുത്ത മത്സരം എവേർട്ടൺ വേഴ്സസ് ഫുള്ളാം മത്സരമാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30 ആ കളി നടക്കുന്നത്. നമ്മൾ ഈ മത്സരം ഒരു സമനിലയാകുമെന്നാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. 1-1 സമനില. അതേ സമയത്ത് തന്നെയാണ് വെസ്റ്റ് ബേൺലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മത്സരത്തിൽ വെസ്റ്റ് ഹാം വിജയിച്ച് കയറും. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കായിരിക്കും അവരുടെ വിജയമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ശേഷം രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് സണ്ടർലൻഡുമായിട്ട് ആഴ്സണൽ കളിക്കുന്നത്. ഒരു നല്ല പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ കരുതണം. പക്ഷേ ആഴ്സണൽ അവരുടെ ആധിപത്യം തുടരും. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മൈക്കൽ ആർട്ടിറ്റയുടെ സംഘം വിജയിച്ച് കയറുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. അതിനുശേഷമുള്ള മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 വോൾസുമായിട്ട് ചെൽസി ഏറ്റുമുട്ടുന്നു. ചെൽസിയുടെ ഈ സീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിയും പറഞ്ഞൊക്കെ വരികയാണ്. പക്ഷെ വോൾസിനെതിരെ തകർപ്പൻ വിജയം നമ്മൾ ഉറപ്പിച്ചു പറയുന്നു. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വോൾസിനെ ചെൽസി പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഇനി മത്സരങ്ങൾ നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 ഒരു പിടി മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബ്രൈറ്റൺ, ആസ്റ്റൺ വില്ല വേഴ്സസ് ബേൺമൗത്ത്, ബ്രെൻഫോർഡ് വേഴ്സസ് ന്യൂകാസിൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്. ഈ മത്സരങ്ങളൊക്കെ നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 നടക്കുന്നത്. അപ്പം ഓരോ കളിയായിട്ട് നമുക്ക് നോക്കാം. ആസ്റ്റൺ വില്ല വേഴ്സസ് ബേൺമൗത്ത് പോരാട്ടത്തിൽ 1-1 സമനിലയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ബ്രെൻഫോർഡ് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് പോരാട്ടം 2-1 ബ്രെൻഫോർഡ് വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടം 1-1 സമനിലയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് തന്നെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലീഡ്സും തമ്മിലുള്ള പോരാട്ടം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. പിന്നെ സിറ്റിയുടെ മത്സരം നാളെ രാത്രി 10 മണിക്കാണ്. ആ കളി സിറ്റി ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ്. പക്ഷേ ലിവർപൂള് റയലിനൊക്കെ വീഴ്ത്തി വരികയല്ലേ. സോ ഗ്ലാമർ പോരാട്ടമാണ് ഈ വീക്കെൻഡിലെ. ഗ്ലാമർ പോരാട്ടമാണ്. ഒരു തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കണം. സിറ്റിയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് എന്നുള്ളത് കൊണ്ടൊരു എഡ്ജ് നമ്മൾ സിറ്റി കൊടുക്കുന്നു. 3-2 സിറ്റി വിജയിച്ചു കയറും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം.